പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാതൃഭൂമി ഓൺലൈനിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ ബിജു പങ്കജിൻ്റെ പേരിൽ വന്ന ഒരു വാർത്ത കാണാനിടയായി. ആ വാർത്ത അത്ര വലിയ ദീർഘമായ വാർത്തയൊന്നുമല്ല, പക്ഷേ അതൊന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനത് വായിക്കുകയാണ്. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പോലീസ് സഹായം അഭ്യർത്ഥിച്ച് ഭാര്യ. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെ വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിട്ടുള്ള ശ്രീമാൻ ഗണേഷ് കുമാറിനെതിരെ പോലീസ് സഹായം അഭ്യർത്ഥിച്ച് ഭാര്യ. കൊച്ചിയിൽ നിന്നാണ് വാർത്ത. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണം. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിൻ്റെ എല്ലാം ഫോട്ടോകളെടുത്ത ഭാര്യയെ ഗണേഷിൻ്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട് തുടക്കത്തിൽ തന്നെ. ഒന്ന്, മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ അയാളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. കാരണം എന്നുവെച്ചാൽ കോംപ്രമൈസിങ് ആയിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. അതിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്തു. ആ ഫോട്ടോ എടുത്ത ഭാര്യയെ ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരികൾ തടഞ്ഞു വെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചു. പോലീസ് സ്ഥലത്തെത്തി, പക്ഷേ ഇടപെടാതെ പിൻവാങ്ങി. ഇത്രയും കാര്യങ്ങൾ ആദ്യ ഖണ്ഡികയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ രണ്ടാം ഖണ്ഡിക നമ്മൾ നോക്കൂ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി എന്ന് പറഞ്ഞാൽ ശനി കഴിഞ്ഞു, ഞായർ കഴിഞ്ഞു, ഇന്നിപ്പോൾ തിങ്കളാണെന്ന് ഓർക്കണം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേശനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. വെച്ചാൽ സ്വന്തം വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ ചെന്നപ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. മുൻ DGP R ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയായ ഭാര്യ ഉടനെ അവരുമായി ബന്ധപ്പെട്ടു. ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ഭാര്യ. അവരിത് കണ്ടപ്പോൾ ഉടനെ ശ്രീലേഖയുമായി ബന്ധപ്പെടുന്നു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയെ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചത്. അപ്പോൾ ശ്രീലേഖയോട് ബന്ധപ്പെട്ടപ്പോൾ ശ്രീലേഖ 112-ൽ വിളിക്കാൻ പറഞ്ഞു. 112 എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഇതുപോലെ എന്തെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ വിളിക്കാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറാണ് ടോൾ ഫ്രീ നമ്പർ 112. അതിൽ വിളിച്ച് സഹായം തേടി. എന്നുവെച്ചാൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസിൽ വിളിച്ച് സഹായം തേടി. ഇത് പ്രകാരം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിൻ്റെ ഗൗരവാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അറിയിച്ചു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു. അപ്പോൾ 112-ൽ വിളിക്കുന്നു. ആര്? മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ. ആരാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ? ശ്രീലേഖ എന്ന് പറഞ്ഞാൽ മുൻ DGP റിട്ടയർ ചെയ്തവർ. അവരിപ്പം BJPയുടെ തിരുവനന്തപുരത്തെ കൗൺസിലറാണ്. അവരുടെ ഭർത്താവിൻ്റെ സഹോദരി. അവരെ വിളിച്ചു പറയുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന 112 എന്ന് പറഞ്ഞാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ 112 കൈകാര്യം ചെയ്യുന്നത്. അവരെ വിളിച്ചിട്ട് ഈ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ താൻ ആരാണെന്നും വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അറിയിക്കുന്നു. എവിടെ? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഈ 112. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങി. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത്? വീട്ടിൽ തിരിച്ചു കയറിയ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വീണ്ടും ഫോട്ടോകൾ എടുക്കുന്നു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും നിർദ്ദേശം നൽകുകയാണ് മന്ത്രി ചെയ്തത് എന്നാണ് ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ ഇവരിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഭാര്യ തിരിച്ചു കയറി വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാനായിട്ട് ഇയാളുടെ സഹായികളോട് പറയുന്നു. അവർ ഭാര്യയെ മുറിയിൽ പൂട്ടിയിടുന്നു. മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അവരത് കൊടുക്കുന്നില്ല. ഇതിനിടയിൽ അവരെന്ത് ചെയ്യുന്നു? പോലീസിൻ്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞപേക്ഷിക്കുന്നു. ആര്? മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പോലീസ് സഹായത്തിനായി കരയുന്നു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്ന ടാക്സിക്കാരൻ തിരിച്ചു പോവുകയായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുമായി
മാതൃഭൂമി.com ബന്ധപ്പെട്ടപ്പോൾ വാർത്ത സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ അവർ തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സഹായത്തിന് വേണ്ടി ഇവർ ഒച്ചയ്ക്ക് കരയുന്നു. പിടിവലികൾക്കതിൽ വാതിൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ പോലീസിനെ അവിടെ കാണാൻ കഴിയുന്നില്ല. ഭാര്യ ടാക്സിക്കാരൻ തിരിച്ചു പോകുന്നു. ഭാര്യയോട് ഇതിനെക്കുറിച്ച് മാതൃഭൂമി.com ചോദിച്ചപ്പോൾ അവർ നിഷേധിക്കാനും സ്ഥിരീകരിക്കാനും തയ്യാറാവുന്നില്ല. മുൻ DGP ശ്രീലേഖയുമായി മാതൃഭൂമി.com ബന്ധപ്പെട്ടപ്പോൾ അവരിതെല്ലാം സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വിളിച്ചതായും കാര്യങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ 112 നമ്പറിൽ വിളിക്കാനുമാണ് താൻ പറഞ്ഞത് എന്ന് ശ്രീലേഖ മാതൃഭൂമി.comനോട് പറഞ്ഞു. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവ് എന്ന നിലയ്ക്കോ അല്ല, ഭർത്താവിൻ്റെ സഹോദരി എന്ന നിലയ്ക്കാണ് താൻ ഗണേഷിൻ്റെ ഭാര്യയോട് സംസാരിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളിപ്പം വായിച്ച വാർത്ത. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികമായി 1.5 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ആന്റണി രാജിവെച്ചതിന് ശേഷം ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറാണ് ഇതിനകത്തെ പ്രതി. അയാൾ KSRTC ലാഭത്തിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭയങ്കര അഹങ്കാരത്തോടി താൻ പ്രമാണത്തോടി നിൽക്കുന്ന ആളാണ് ഈ മന്ത്രി. ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുള്ള തിക്താനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. എന്താ സംഭവം? എന്താ? അവർ അവിചാരിതമായി അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് കയറി ചെല്ലുമ്പോൾ ഈ മന്ത്രിയായിട്ടുള്ള ഈ ഗണേഷ് കുമാർ അയാളെ കാണാൻ പാടില്ലാത്ത പൊസിഷനിൽ കൊണ്ട്, ഇംഗ്ലീഷിൽ കോംപ്രമൈസിങ് പൊസിഷൻ എന്ന് നമ്മൾ പറയും. അതായത് സ്ത്രീകളുമായി സ്ത്രീകളെന്നുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറയാം. കാണാൻ പാടില്ലാത്ത ഒരു പൊസിഷനിൽ ഭാര്യ കാണുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയല്ല, 2 സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീയെയും 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മയും ഒന്ന് മകളുമായിരുന്നു എന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. എൻ്റെ ആരോപണമല്ല, ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ പറയുന്നത് ഇയാളുടെ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു ഭാര്യയും ഒരു മകളുമാണ് എന്നാണ്. അവരുമായി ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് മന്ത്രിയെ അയാളുടെ സ്വന്തം ഭാര്യ ഒരു അൺകോംപ്രമൈസിങ് പൊസിഷനിൽ കാണുന്നു. അവരാരാ? അവര് മുൻ DGPയും ഇപ്പോഴത്തെ ശാസ്തമംഗലം BJPയുടെ കൗൺസിലറുമായിട്ടുള്ള ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ആ സ്ത്രീ. ചെറിയ ആളല്ല. അവരവിടെ ചെല്ലുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. അവരെ ഗണേഷ് കുമാറിൻ്റെ ഗുണ്ടകൾ തടയുന്നു. അവരെ മുറിയിൽ പൂട്ടിയിടുന്നു. അവരിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവരതിനു മുമ്പ് 112 വിളിക്കുന്നു. ടോൾ ഫ്രീ നമ്പറാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ബന്ധപ്പെടാൻ പോലീസ് നമുക്ക് തരുന്ന നമ്പറാണ് ടോൾ ഫ്രീ നമ്പർ. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ആ ടോൾ ഫ്രീ നമ്പർ ഉള്ളത്. അവിടെ മന്ത്രിയുടെ ഭാര്യയും മുൻ DGPയുടെ ഭർത്താവിൻ്റെ സഹോദരിയും വിളിച്ചിട്ട് പറയുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം നടത്തി. അതിഗുരുതരമായിട്ടുള്ള ഈ സംഭവം അവർ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസിനോട് പറയുന്നു. പോലീസ് എവിടെ എത്തുന്നു? പിണറായി വിജയൻ്റെ പോലീസ് എവിടെ എത്തുന്നു? പിണറായി വിജയൻ്റെ പോലീസിനോട് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞിട്ട് അവിടെ എത്തുന്നു. അവർ ഇടപെടാതെ തിരിച്ചു പോകുന്നു. ഈ മന്ത്രിയുടെ ഭാര്യ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ പോലീസില്ല. പോലീസിൻ്റെ വഴിക്ക് പോകുന്നു. ഇത് സംഭവിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി കഴിയുമ്പോഴാണ്. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി, ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി എന്ന് പറഞ്ഞാൽ 3 ദിനരാത്രങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇതുപോലെ അതിഭീകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട്. എവിടെയാണ് വിജയ? എവിടെയാണ് പിണറായി വിജയ? എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? എവിടെയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? നിങ്ങൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ ബസ്സിൻ്റെ പുറത്തെല്ലാം കൂടെ കൊടുക്കുന്ന പരസ്യം എന്താ? സ്ത്രീ സുരക്ഷ. ഇതാണല്ലോ നിങ്ങളുടെ പരസ്യം. 24 മണിക്കൂറും കണ്ണു തുറന്നിരുന്ന സ്ത്രീകളുടെ സുരക്ഷ, അവളോടൊപ്പം എന്നല്ലേ വിജയ നിങ്ങൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ സ്ത്രീ സംരക്ഷകനായിട്ടുള്ള പിണറായി വിജയൻ്റെ മൂക്കിന് കീഴിൽ അയാളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി നട്ടുച്ചയ്ക്ക് 2 മണിക്ക് പരസ്യമായി തൻ്റെ വീട്ടിൽ വെച്ച് സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് കണ്ട ഭാര്യ, അയാളുടെ ഭാര്യ, ആ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന കണ്ട ഭാര്യ വിജയ നിങ്ങളുടെ പോലീസിന് അപേക്ഷ നൽകി 3 ദിവസം കഴിഞ്ഞിട്ടും ഏത് മാളത്തിലാണ് വിജയ നിങ്ങളുള്ളത്? ഏത് മാളത്തിലാണ് പിണറായി വിജയ നിങ്ങളുള്ളത്? സ്ത്രീ സംരക്ഷകനായിട്ടുള്ള നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയുന്ന നിങ്ങൾ
സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് തന്നെ മൂന്നാമത് അധികാരത്തിൽ കയറ്റണമെന്ന് പറഞ്ഞ പിണറായി വിജയ, നിങ്ങളുടെ ഒരു മന്ത്രി പച്ച പരസ്യമായി അയാളുടെ വീട്ടിൽ കിടന്ന് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അയാളുടെ സ്വന്തം ഭാര്യ കണ്ട് നിങ്ങൾക്ക് പരാതി നൽകി 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും, ഒരു ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏത് മാളത്തിലാ വിജയ നിങ്ങളുള്ളത്? ഏത് മാളത്തിലാ? ഇത് നടന്ന തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പാണെന്ന് ഓർക്കണം. ഇത് ആരോപണമാണോ? ഇത് വെറും കേട്ടുകേഴ്വിയാണോ? ഇത് അഭ്യൂഹമാണോ? അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? ഈ ഗണേശന്റെ ഭാര്യയല്ലേ പരാതി കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് എവിടെയാണ് വിജയ നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്? നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കണം. ഗണേഷ് കുമാറിന് മുമ്പ് എന്നെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തിരുന്നു അയാളുടെ മുൻ ഭാര്യ, 1ാം ഭാര്യയാണെന്നാണ് എൻ്റെ ഓർമ്മ. എത്ര ഭാര്യമാരുണ്ടെന്ന് എനിക്കറിയില്ല. യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞ ആ സ്ത്രീ, അവർക്ക് പരാതി കൊടുത്തില്ലേ? ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി കൊടുത്തില്ലേ? ഗണേഷ് കുമാർ മന്ത്രിഭവനത്തിലിട്ട് അവരെ തല്ലി അവരുടെ കൈയും കാലും ഒടിച്ചില്ലേ? പരിക്ക് പറ്റി അവർ വന്ന് പത്രസമ്മേളനം നടത്തിയത് കണ്ടത് നമുക്ക് ഓർമ്മയില്ലേ? അതെന്തിനായിരുന്നു? അത് സോളാർ പരാതിക്കാരിയുടെ ഭർത്താവ്, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനല്ലേ അവരന്ന് പത്രസമ്മേളനത്തിൽ വന്നത്. സോളാർ പരാതിക്കാരിയുടെ ഭർത്താവ് ഈ ഗണേഷ് കുമാർ ഇതിനു മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ മന്ത്രിഭവനത്തിലിട്ട് അയാളെ തല്ലി ചതച്ചില്ലേ വിജയ? തല്ലി ചതച്ചില്ലേ? എന്നിട്ട് അവർ വന്ന് പത്രസമ്മേളനം നടത്തിയില്ല. അന്നല്ലേ പിന്നെ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് ഉമ്മൻചാണ്ടി? ഓർമ്മയില്ലേ നമുക്കൊന്ന്? സോളാർ പരാതിക്കാരിയിൽ ഇയാൾക്കൊരു കുട്ടിയുണ്ടെന്ന് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിലില്ലേ വിജയ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പം അന്ന് തൻ്റെ 1ാം ഭാര്യയോട് മോശമായി പെരുമാറുക, അനധികൃതമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക, ഇതിനെ തുടർന്നല്ലേ ഉമ്മൻചാണ്ടി പിണറായി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം അന്ന് കളഞ്ഞത്. ഇന്ന് സ്വന്തം ഭാര്യ സ്ത്രീകളുമായി തൻ്റെ ഭർത്താവും മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാർ വീട്ടിൽ ലൈംഗിക ബന്ധം പുലർത്തുന്നത് കണ്ട് പരാതി കൊടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ എന്താണ് പിണറായി വിജയ നിങ്ങൾക്ക് തടസ്സം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തടസ്സം? നീ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് നിങ്ങളിവിടെ കാണിച്ചത്? അതിൽ ആദ്യത്തെ പെൺകുട്ടി വന്ന് നിങ്ങളോട് പരാതി പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ FIR ഇടുകയും മൊഴിയെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലവിരിക്കുകയും ചെയ്ത ആളല്ലേ നിങ്ങൾ? ഓർമ്മയില്ലേ നമുക്ക്? 3ാമതൊരു പരാതിക്കാരി വിദേശത്തുനിന്ന് അവർ പരാതി കൊടുത്തു. അവർ ഇന്ത്യയിൽ പോലും വന്നിട്ടില്ല. അവർ വിദേശത്തുനിന്ന് പരാതി കൊടുത്തപ്പോഴല്ലേ രായ്ക്ക് രാമാനം പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അയാളെ 18 ദിവസം അയാളെ ജയിലിലിട്ട ആളല്ലേ നിങ്ങൾ പിണറായി വിജയ? ആ സ്ഥാനത്ത് തൻ്റെ ഭാര്യ, സ്വന്തം ഭാര്യ, ഭർത്താവ് പരസ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നു പറഞ്ഞ് ഭാര്യ പരാതി നൽകി 3 ദിവസം കഴിഞ്ഞിട്ടും ഏത് മാളത്തിലാണ് വിജയ നിങ്ങളുള്ളത്? സ്ത്രീ സംരക്ഷകനായിട്ടുള്ള വിജയ നിങ്ങൾ ഏത് മാളത്തിനാണുള്ളത്? അതുകൊണ്ട് നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ നരാധമന്മാർക്കും സ്ത്രീ പീഡകന്മാർക്കും കൂട്ടുനിൽക്കുകയാണോ അതോ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണോ ചെയ്യുന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ വൃത്തികെട്ട നീചനും നികൃഷ്ടനുമായിട്ടുള്ള ഈ സ്ത്രീ പീഡകനായിട്ടുള്ള ഗണേഷ് കുമാറിന് കഞ്ഞി വെച്ച് കൊടുക്കുന്നവനാണ് പിണറായി വിജയൻ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ സ്ത്രീ പീഡകർക്കെതിരായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ പരാതി കിട്ടിയാൽ ഉടനെ തന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് നീക്കേണ്ടിയിരുന്നില്ലേ വിജയ? അതായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? കാരണം ഭാര്യയുടെ പരാതിയല്ലേ. അവർ ഫോട്ടോ എടുത്തെന്നല്ലേ പറയുന്നത്? അവരുടെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ഫോട്ടോ ഇല്ലേ? ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ അപ്പം തന്നെ അയാളെ ഫയർ ചെയ്യലായിരുന്നോ വേണ്ടിയിരുന്നത്? മന്ത്രിസഭയിൽ നിന്ന് അയാളെ ബൂട്ട് ഔട്ട് ചെയ്യലായിരുന്നോ അയാളെ ചെയ്യേണ്ടിയിരുന്നത്? അത് ചെയ്യാത്ത നിങ്ങൾ സ്ത്രീ പീഡകന്മാർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാവും. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി പത്രസമ്മേളനം നടത്തിയെന്നാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. അതൊക്കെ അതിനെക്കുറിച്ച് പിന്നീടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള അത്രയേ ഉള്ളൂ. സ്ത്രീ പീഡകരെയും നരാധമന്മാരെയും സംരക്ഷിക്കുന്നയാളാണ് പിണറായി വിജയൻ. സ്ത്രീ സുരക്ഷ വെറും വാചാടോപം മാത്രമാണ് പിണറായി വിജയന്. അതുകൊണ്ടാണ് സ്വന്തം മന്ത്രിസഭയിൽ ഒരു മന്ത്രി പച്ചപ്പരസ്യമായി വീട്ടിൽ 1ലധികം സ്ത്രീകളുമായി ഒരേ സമയത്ത് ലൈംഗിക ബന്ധം പുലർത്തുന്നു എന്ന ആരോപണം അയാൾക്കെതിരെ ഉന്നയിക്കപ്പെടുകയും ആ മന്ത്രിയുടെ ഭാര്യ പരാതി കൊടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ മുരടനക്കാൻ പോലും കഴിയാത്ത പിണറായി വിജയനെ
ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖമടച്ച് അടി കൊടുക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളായിരിക്കും അതിന് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.